ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളായി ഒരു വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്നാണ് അതിനൊരു അവസരം കണ്ടു കിട്ടിയത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാൻ എൻ്റെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം മാത്രമേ ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എന്തോ ഒരു മനസ്സുഖക്കേട് പോലെയാണ്. അങ്ങനെ പല്ലൊക്കെ തേച്ചെങ്കിൽ ബാക്കി കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ക്രീമൊക്കെ തേച്ചു. കാരണം ഇവിടെ ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ അത്യാവശ്യം ബോഡിയൊക്കെ ഒരുമാതിരി വരണ്ട പോലെയാണ് വരുന്നത്. അപ്പം ക്രീമൊക്കെ എപ്പോഴും ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചായയൊക്കെ ഉണ്ടാക്കി കുറച്ച് നേരം ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം ഞാൻ വിചാരിച്ചു പൊട്ടറ്റോ മസാലയും അപ്പം ഉണ്ടാക്കാമെന്ന്. അങ്ങനെ പൊട്ടറ്റോ മസാലയും അപ്പമൊക്കെ ഉണ്ടാക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല വൃത്തിക്ക് കഴിച്ചു കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ ചൂടാണെന്ന്. അപ്പം പിന്നെ കർട്ടനൊക്കെ തുറന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം വെയിൽ ഇങ്ങനെ അടിക്കുന്ന പോലത്തെ ചൂടാട്ടോ രാവിലെ ആണെങ്കിലും. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ അതങ്ങ് അടച്ചിട്ടു. എന്നിട്ട് ബാക്കി സ്നാക്സും കാര്യങ്ങളൊക്കെ ഇരുന്നത് ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുക. എന്താ പറ്റിയെന്നറിയില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോ എടുക്കാൻ തന്നെ മറന്നുപോയി. ഇതിൻ്റെ ഇടയ്ക്ക് ഉച്ചയായപ്പോൾ ഞാൻ കുസ്കയും അതുപോലെ തന്നെ തക്കാളി അച്ചാറൊക്കെ കൂട്ടി ചോറ് വെച്ചിട്ടോ. പിന്നെ എൻ്റെ അലമാര അത്യാവശ്യം കൊള്ളാക്കിയിട്ടൊക്കെയായിരുന്നു ഞാൻ. അപ്പം എൻ്റെ തുണിയൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അടുക്കി പറക്കി വെച്ചു. ഇത് അടുക്കി പറക്കി വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ കല്യാണ ആൽബം കിട്ടിയപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിരിക്കുകയായിരുന്നു. പിന്നാണ് കേട്ടോ ഓർത്തത്, പണ്ട് ഗ്രോസറി പോയപ്പോൾ ഞാൻ ചെറിയൊരു കേക്കിൻ്റെ മിക്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതങ്ങ് ഉണ്ടാക്കി കളയാമെന്ന് വിചാരിച്ചു. വലിയ എക്സ്പേർട്ടൊന്നുമില്ല, എന്നാലും ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തു. അപ്പോൾ ആദ്യം തന്നെ ബട്ടർ ക്രീം ഉണ്ടാക്കാൻ നോക്കുകയാണ് കേട്ടോ. ആദ്യം ഞാൻ ബട്ടർ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് സ്റ്റീലിൻ്റെ സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. മിക്സിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഒരു ക്രീമി പരുവത്തിൽ കിട്ടുന്നിടം വരെ ജസ്റ്റ് ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ മിക്സിലേക്ക് ഞാൻ എന്ത് ചെയ്തു, 2 മുട്ട അടിച്ചെടുക്കുന്നുണ്ട്. കേക്കിൻ്റെ പൗഡർ മിക്സിലേക്കാണ് കേട്ടോ അടിച്ചെടുക്കുന്നത്. അപ്പം 2 മുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ. എനിക്കിതിൻ്റെ ശരിക്കുമുള്ള ക്വാണ്ടിറ്റി ഒന്നും അറിയില്ല. ജസ്റ്റ് ഒരു ട്രൈ ആണ് ചെയ്ത് നോക്കുന്നത്. എന്തായാലും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ ആയിട്ട്, അപ്പം അതൊന്ന് ട്രൈ ആക്കി നോക്കുന്നുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ കിട്ടുന്നിടം വരെ ഞാൻ പാലും വെള്ളം അത്യാവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുക്കറിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ബട്ടർ ജസ്റ്റ് ഒന്ന് ചെയ്തു നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ഭയങ്കര സ്ലിം ഫ്ലെയിമിലാണ് കേട്ടോ വെക്കുന്നത്. വെച്ച് എടുത്തിട്ടുണ്ട്. ഒരു 15-20 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ. ഇത് മിക്സ് ആയതുകൊണ്ടായിരിക്കും സാധാരണ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ 40-45 മിനിറ്റ് വെക്കലാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു 15-20 മിനിറ്റിനുള്ളിൽ എനിക്കിത് റെഡിയായിട്ട് കിട്ടി. പിന്നെ ഞാൻ എടുത്ത് വെച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ബട്ടർ ക്രീമും കൂടെ തേച്ചിട്ട് ഞാൻ കഴിച്ചിട്ടോ. സംഭവം അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കടയിൽ കിട്ടുന്ന പോലത്തെ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് കിട്ടിയത്. പിന്നെ ബാക്കി വന്ന പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം കഴുകി വെച്ച് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞ് കുറച്ച് നേരം വന്ന് റിലാക്സ് ചെയ്തു.